എൻ്റെ പേര് ആയാപറമ്പ് സദാശിവൻ പിള്ള. ഇന്ന് 73 വയസ്സിൽ ഈ 73 വയസ്സിലും എനിക്ക് വള്ളംകളി ഒരാവേശമാണ്. പക്ഷേ ആരോഗ്യം മോശമായതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായി വള്ളംകളി രംഗത്ത് നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നത്. എൻ്റെ 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിൽ വള്ളംകളി കണ്ടും കേട്ടും വരുന്നയാളാണ് ഞാൻ. കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലും വള്ളമല്ലാതെ യാതൊരു വാഹനവും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. ചുണ്ടൻ വള്ളംകളിയെപ്പറ്റി പറയുമ്പോൾ ദീർഘമായി പോകാനാണ് സാധ്യത. അതുകൊണ്ട് ചുരുക്കി ഞാൻ കഴിയാവുന്നത്ര ചുരുക്കി ഒരു വിവരണം നൽകാൻ ശ്രമിക്കുകയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരും ഈ ആറ്റുവരമ്പത്ത് നിന്ന് വലിയവർ ഒഴിയുന്ന വള്ളങ്ങൾ കാണുകയും ഞങ്ങൾക്കൊക്കെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള വള്ളങ്ങളും ഉണ്ടായിരുന്നു. വള്ളംകളി ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നമ്മുടെ ഉള്ളിലതിൻ്റെ ആ സ്വാധീനം കടന്നുകൂടി. കുട്ടനാടൻ മേഖലകളിലും അപ്പർ കുട്ടനാടൻ മേഖലകളിലും വള്ളമില്ലാതെ ജീവിക്കാനൊക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വള്ളങ്ങൾ സ്വാധീനം ചെലുത്തിയിരുന്നു. ചുണ്ടൻ വള്ളംകളി എന്ന് പറയുമ്പോൾ ഇപ്പോഴേ ആരുടെയും ഓർമ്മയിലെത്തുന്നത് ആദ്യം നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. കേരളത്തിൽ മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ചുണ്ടായ മഹത്തായ 3 വള്ളംകളികളാണ് അമ്പലപ്പുഴ അമ്പലത്തിലെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയോടനുബന്ധിച്ചുണ്ടായതും ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കണ്ടല്ലൂരിൽ നിന്ന് വീണ്ടെടുത്തു കൊണ്ടുവന്ന് കളി നടത്തുന്നതും പിന്നീട് ആറന്മുള, ഹരിപ്പാട്, അമ്പലപ്പുഴ ഈ 3 മഹാക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള വള്ളംകളികൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ഉണ്ടായിരുന്നതും പഴക്കമുണ്ടായിരുന്നു. 1960കളിൽ ആണ് ദൃക്സാക്ഷി വിവരണത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്. അതുകൊണ്ട് വള്ളംകളിയെപ്പറ്റി പറയാൻ ഞാൻ ആദ്യകാലത്ത് തൊട്ട് ശ്രമിച്ചിരുന്ന ആളാണ്. ഏതാണ്ട് 73കാരനായ എനിക്ക് ഒരു 50 വർഷത്തിൽ കവിഞ്ഞ പരിചയമുണ്ട് ഈ രംഗത്ത്. ആര് പറഞ്ഞാലും പഴയ കഥകളല്ലാതെ ഇതിനൊന്നും പറയാൻ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ. 1952 ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് നിന്ന് അദ്ദേഹം ബോട്ട് മാർഗം ആലപ്പുഴയ്ക്ക് വരുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ചെന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. 1967 മുതൽ ഞാൻ പ്രാദേശിക വള്ളംകളികളുടെ രംഗത്ത് ദൃക്സാക്ഷി വിവരണം നടത്തുന്ന ആളാണ്. നെഹ്റു ട്രോഫിയിലും ആറന്മുള വള്ളംകളിയിലും പായിപ്പാട്ടും എനിക്ക് ദൃക്സാക്ഷി വിവരണം നൽകുവാൻ അവസരം കിട്ടിയത് 80കൾ മുതലാണ്. അതിനു മുമ്പ് പ്രാദേശിക വള്ളംകളികളിൽ ഞാൻ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് വർഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വള്ളംകളിയെപ്പറ്റി മത്സര വള്ളംകളിയെപ്പറ്റി പറയുമ്പോൾ നെഹ്റു ട്രോഫി വിസ്മരിക്കുവാൻ ആർക്കും സാധ്യമല്ല. കാരണം എഴുത്തുകാരിലെ ഭരണാധികാരികളിലെ എഴുത്തുകാരനുമായിരുന്ന പണ്ഡിറ്റ്ജിയുടെ കയ്യൊപ്പുള്ള ആ ട്രോഫി 1954 തൊട്ടാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ 8-10 ചുണ്ടൻ വള്ളങ്ങൾ എൻ്റെ വീടിൻ്റെ വടക്കുവശത്തുള്ള പായിപ്പാട്ടാറ്റിൽ തുഴഞ്ഞു കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 3 കിലോമീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ 3.5 കിലോമീറ്ററിനുള്ളിൽ 10 ചുണ്ടൻ വള്ളങ്ങളുള്ള നാടാണിത്. കുട്ടനാട്ടിലെ പ്രസിദ്ധമായ ചില മത്സരങ്ങളിലെല്ലാം ഈ വള്ളങ്ങൾ പലപ്പോഴും സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. അതോർക്കുമ്പോൾ കാരിച്ചാൽ വള്ളമാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം ഓടിയെത്തുന്നത്. കാരിച്ചാൽ 1970 നീരണിഞ്ഞു. 1973 മുതലാണ് നെഹ്റു ട്രോഫിയിൽ കാരിച്ചാലിൻ്റെ ശക്തിപ്രകടനം നടക്കുന്നത്. വള്ളംകളികളുടെ കാര്യം ഓർക്കുമ്പോൾ കാരിച്ചാൽ വള്ളത്തിൻ്റെ കാര്യം ആദ്യം എടുത്തു പറയാതെ പറ്റില്ല. 1973, 74, 75, 76 കാലങ്ങളിൽ വള്ളം മത്സരിച്ച് ജയിച്ചു 4 പ്രാവശ്യം. അതിൽ ആദ്യത്തെ തവണ കല്ലൂപ്പറമ്പനുമായി വരച്ച് ഒരുപോലെ ഫോട്ടോ ഫിനിഷിൽ വന്നതുകൊണ്ട് 6 മാസത്തേക്ക് കപ്പ് വിഭജിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. വള്ളംകളി രംഗത്ത് എനിക്ക് അനേക കൊല്ലത്തെ പരിചയമുണ്ടെങ്കിൽ 80കൾ മുതൽ ദൃക്സാക്ഷി വിവരണം നടത്തുവാൻ ആകാശവാണിയിൽ എനിക്ക് അവസരം കിട്ടി.
1980-കളിൽ നെഹ്റു ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ മുത്തമിട്ടത് കാരിച്ചാൽ വള്ളമാണ്. അതിൽ എന്നെയും വള്ളംകളി പ്രേമികളെയും ഹഠാത് ആകർഷിച്ചിട്ടുള്ളത് കാരിച്ചാലിൻ്റെ വിജയമാണ്. 1980-കളിൽ ഈ രംഗത്ത് ഔദ്യോഗികമായി ഞാൻ കമൻ്ററി പറയാൻ വരുമ്പോൾ കുമരകം പാപ്പച്ചൻ, നെല്ലാനിക്കൽ പാപ്പച്ചൻ്റെ നേതൃത്വത്തിലാണ് കാരിച്ചാൽ വള്ളം കളിക്കാൻ വന്നത്. കാരിച്ചാൽ ഒരു ഹാട്രിക്ക് പൂർത്തിയാക്കി രണ്ടാം ഹാട്രിക്കിനായി നെല്ലാനിക്കൽ പാപ്പച്ചൻ്റെ നേതൃത്വത്തിൽ വരികയുണ്ടായി. നെല്ലാനിക്കൽ പാപ്പച്ചൻ്റെ നേതൃത്വത്തിൽ വന്ന ടീം 82, 83, 84 വിജയിച്ച് ഹാട്രിക്ക് പൂർത്തിയാക്കി. പിന്നീട് മൂന്നാം ഹാട്രിക്കിന് 86-ലും 87-ലും വിജയിച്ച കാരിച്ചാൽ നിർഭാഗ്യത്തിൽ 88-ൽ ഹീറ്റ്സ് മത്സരത്തിൽ വലിയ ദിവാൻജിയോട് ഒരു തുഴപ്പാടിന് തോറ്റു പുറത്തായത് അത്ഭുതം സൃഷ്ടിച്ച കഥയാണ്. കാരിച്ചാൽ നേടിയ 14 വിജയങ്ങളിൽ 10 വിജയങ്ങളെപ്പറ്റിയും എനിക്ക് ARന് വേണ്ടി കമൻ്ററി പറയാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. മനോഹരമായ വള്ളംകളി ആവേശപൂർവ്വം മുന്നേറുമ്പോൾ എനിക്കൊരു സംശയം ഉദിക്കുകയാണ്. കാരണം ഈ വള്ളംകളിക്ക് വേണ്ടി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ ചെലവാക്കി ആവേശപൂർവ്വം നാട്ടുകാരൻ്റെ പ്രതിനിധികളായി വരുന്നവർ തമ്മിൽ തല്ലാനും തലകീറാനും ഉള്ള അവസരമാണ് കഴിഞ്ഞ ചമ്പക്കുളം കളിയിൽ കണ്ടത്. വള്ളംകളി സ്പോർട്സായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല കാലഘട്ടം വരുന്ന സമയത്ത് ഇതിൻ്റെ സംഘാടകർ ഒരു കാര്യം ഓർക്കണം. ഇത് തുഴയാണ്. തുഴയും പങ്കായം വെച്ച് തല്ലാനല്ല, തുഴയാനും വള്ളം കളിച്ച് ജയിക്കാനുമുള്ള സാഹോദര്യത്തിൻ്റെ അവതാരമായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. 2011 നെഹ്റു ട്രോഫി മത്സരം വാതിൽക്കൽ വന്ന് മുട്ടി നിൽക്കുമ്പോൾ അതിനുവേണ്ടി കോടിക്കണക്കായ രൂപ മുടക്കി വരുന്ന എല്ലാ ടീമംഗങ്ങൾക്കും എല്ലാ വള്ളങ്ങൾക്കും അയാവറമ്പ് സ്വദേശം പിള്ളയുടെ ആത്മാർത്ഥമായ ആശംസകൾ നേരുകയാണ്.